പണ്ട് മുതലേ എനിക്ക് ഈ ലേബലിംഗ്, ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ അത് ഒക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ആളാണ് ഞാൻ. തുടങ്ങിയത് കോമഡിയിലാണ്. പിന്നെ ആ കോമഡി പൊളിച്ച് ക്യാരക്ടർ റോളുകളിലേക്ക് എത്തുക, അത് ഞാൻ തന്നെ ഒരു കോൺസ്റ്റൻറ്റ് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരുന്നത്. അപ്പം ഐ ഫീൽ ഞാൻ ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളും അല്ല, സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളും അല്ല. അപ്പം മ്യൂസിക് എന്ന് പറയുന്നത് ഇസ് ഔട്ട്സൈഡ് ദ സിനിമ ഇൻഡസ്ട്രി, ദ ഹോൾ ഇൻഡി മ്യൂസിക് ഓർ നോൺ ഫിലിം മ്യൂസിക് ടു ബി മോർ ആക്യുറേറ്റ്. നോൺ ഫിലിം മ്യൂസിക് സിനിമ ഇൻഡസ്ട്രിയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല, ലൈവ് എൻ്റർടൈൻമെൻറ്റ് സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. അപ്പം ഇൻഡസ്ട്രിയിൽ എൻ്റെ സ്ഥാനം എന്താണ് എന്ന് ഐ എം സ്റ്റിൽ ഫിഗറിങ് ഔട്ട്, ബിക്കോസ് ഐ വർക്ക്ഡ് ഇൻ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ്. ഇടയിൽ ഹിന്ദിയിൽ പോയി, തമിഴിൽ പോയി. എന്നെ സംബന്ധിച്ച് ഐ വാസ് ജസ്റ്റ് വെഞ്ചറിങ് ഔട്ട് ആൻഡ് ഫൈൻഡിങ് ന്യൂ തിങ്സ് ടു ഡു. കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയിലായിരിക്കാം ഒരു കാൽക്കുലേറ്റഡായി ഇതിനകത്ത് ഇൻഡസ്ട്രിയിൽ ഒരു സ്ഥാനം, ഇതിനകത്തൊരു ബാങ്കബിൾ ആക്ടർ ആവുക, ഒരു സിനിമയുടെ ഫേസ് ആവുക, അതിനകത്ത് ഒരു കമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെപ്പറ്റി അതുവരെ ഐ വാസ് ജസ്റ്റ് കംപ്ലീറ്റ്ലി ഫോളോയിങ് മൈ ആർട്ടിസ്ട്രി. ഓക്കെ, ഡാൻസ് ചെയ്യുന്നു, ഡാൻസ് ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ വേറെ പരിപാടികൾ പിടിക്കുന്നു, അത് കഴിയുമ്പോഴേക്കും വേറെ ഭാഷകൾ ചെയ്യുന്നു. ഓക്കെ, കോവിഡായി, ഓക്കെ പാട്ടുണ്ടാക്കുന്നു. കീപ് ക്രിയേറ്റിംഗ്, കീപ് ഡൂയിങ് ന്യൂ തിങ്സ്, വെഞ്ചറിങ് ഔട്ട്. ഇതിന്റെ കൂടെ തന്നെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി. സോ ഞാൻ പറയാം, അന്നൊന്നും എനിക്കൊരു പ്ലാൻ ഇല്ല. ഞാൻ എൻ്റെ ഒരു ഗട്ട് ഫീലിങ്ങിൻ്റെ പുറത്ത് ഇങ്ങനെ പോവാണ്. ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളതിനേക്കാൾ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മടുക്കുമ്പോൾ അടുത്ത പരിപാടി പിടിക്കുകയാണ്. ഇപ്പം അജുവേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അജുവേട്ടൻ എൻ്റെ ടോളറൻസ് പോയിന്റ് കുറേ കൂടെ വലുതായിരുന്നു. അജുവേട്ടൻ കുറേ കഴിഞ്ഞിട്ടാണ് കോമഡി മാറ്റി ചിന്തിക്കുന്നത്. KCF ഒക്കെ എത്തിയപ്പോഴേക്കും, കേരള എനിക്ക് 2015 എന്നെ സാച്ചുറേഷൻ എത്തി, ഞാൻ അടുത്ത പരിപാടിയിലോട്ട്. അപ്പോൾ അന്ന് എന്നെ സംബന്ധിച്ച് ആസ് എൻ ആർട്ടിസ്റ്റ് ഗ്രോ ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ, എൻ്റെ ക്രാഫ്റ്റ് പോളിഷ് ചെയ്യുക, എൻ്റെ ആർട്ടിസ്ട്രി ഫോക്കസ് ചെയ്യുക, ദാറ്റ്സ് ഓൾ വാട്ട് ഐ കെയർഡ് അബൌട്ട്. അപ്പോൾ അവിടെ നിന്ന് പുതിയ എക്സൈറ്റ്മെൻറ്റുകളുള്ള തലങ്ങൾ തേടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു കാൽക്കുലേറ്റഡ് ജേർണി ആയിരുന്നില്ല അത്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, ഇത് കൺസ്ട്രക്ട് ചെയ്ത് എവിടെ വരെ എത്തി? എന്താണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ? ഒറ്റ 2 വാക്കിൽ പറഞ്ഞാൽ കല്യാണം, പാലുകാച്ചൽ, കല്യാണം. ബിക്കോസ് ബേസിക്കലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നടക്കുന്ന ഒരു കഥ. ഞാനൊക്കെ വളർന്നു വന്ന ഒരു സാഹചര്യം, വീണ്ടും നമുക്ക് അതേപോലൊരു സിറ്റുവേഷനിൽ അതുപോലൊരു കഥാപാത്രം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രണയവും, മലയാളികളുടെ ഭയങ്കര വലിയൊരു ഒബ്സഷനാണ് സ്വന്തമായിട്ട് വീട് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ. പ്ലസ് ഈ പറയുന്ന റിലേഷൻഷിപ്പ് ഡ്രാമ എന്നുള്ള രീതിയിലുള്ളൊരു ജോണ്ടറിലും കൂടിയാണ് ഇത് പെടുന്നത്. അപ്പം പുതിയ ജനറേഷൻ അവരുടെ വിവാഹത്തെ പറ്റിയുള്ള സങ്കല്പം, അവരുടെ ഒരു ഡേറ്റിംഗ് സങ്കല്പം, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ടോക്സിക് പാരൻറ്റിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. മനസ്സിലാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പാരൻസിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്ത ഇടയിൽ നിൽക്കുന്ന വസന്തം ആയിട്ടുള്ള ക്യാരക്ടേഴ്സുണ്ട്. അങ്ങനെ ഭയങ്കര റിലേറ്റബിളായ വെൽ റിട്ടൺ ആയിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു. ദാറ്റ്സ് വൈ ഐ ഗോട്ട് ഹുക്ഡ് ആൻഡ് ഐ ഡിസൈഡഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്.